വെൽക്കം ടു ക്ലാസിക് കേരള PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഏതൊരു എക്സാം എടുത്താലും അതിൽ 10 മുതൽ 20 ചോദ്യം വരെ നമുക്ക് സയൻസ് എന്ന പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകളെല്ലാം കണ്ട് ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. ന്യൂക്ലിയസിൽ ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി 1 and 3 ആണ് റൈറ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ ബി. ഒരു ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് അകത്താണ്. അപ്പോൾ ഇലക്ട്രോൺ കാണപ്പെടുന്നത് എവിടെയാണ്? ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്തുള്ള ഓർബിറ്റ് അഥവാ ഷെല്ലിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. എവിടെയാണ്? ന്യൂക്ലിയസിന് പുറത്തുള്ള ഓർബിറ്റ് അഥവാ ഷെല്ലിലാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണെന്ന്. അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. പോസിറ്റീവ് പ്രോട്ടോണിനും നെഗറ്റീവ് ഇലക്ട്രോണിനും. അതുപോലെ ന്യൂട്രോണിൻ്റെ ചാർജ് അറിയാവോ? ന്യൂട്രോൺ നോ ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പഠിച്ചു വെച്ചേക്കണം. ന്യൂട്രോണിന് ചാർജ് ഇല്ല. സ്കൂൾ പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. എങ്ങനെയാണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതുപോലെ ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ അഥവാ തന്മാത്ര. എങ്ങനെയാണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റവും ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്രയും. ഇത് ഒരുപാട് തവണ PSC ആവർത്തിച്ചൊരു ചോദ്യമാണ്. ആറ്റം കണ്ടെത്തുന്നത് ആരാണെന്നറിയാവോ? ആറ്റം കണ്ടെത്തുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിക്കുന്നത്. അതുപോലെ ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഓസ്റ്റ്വാൾഡുമാണ്. ആറ്റം കണ്ടെത്തുന്നത് ജോൺ ഡാൾട്ടണും ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഓസ്റ്റ്വാൾഡും. അടുത്ത ചോദ്യം നോക്കിക്കോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ നോക്കി വെച്ചിരുന്നാൽ മതി. ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം കിട്ടും. എങ്ങനെയാണ്? ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം കിട്ടും. ഇവിടെ സിങ്ക് എന്ന മെറ്റലും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ വാതകം കിട്ടി. അതുപോലെ സോഡിയവും ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിച്ചാലും നമുക്കിവിടെ ഹൈഡ്രജൻ വാതകം കിട്ടും. അപ്പോൾ ബേസിക്കായിട്ട് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം കിട്ടും. ഹൈഡ്രജൻ കണ്ടെത്തുന്നത് ആരാണെന്നറിയാവോ? ഹൈഡ്രജൻ കണ്ടെത്തുന്നത് ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തുന്നത്. അതുപോലെ ഹൈഡ്രജൻ എന്ന പേര് നൽകുന്നത് അന്റോണിയോ ലാവോസിയറുമാണ്. ആരാണ്? ഹൈഡ്രജൻ എന്ന പേര് നൽകുന്നത് അന്റോണിയോ ലാവോസിയർ. ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചേക്ക്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇരുമ്പിൻ്റെ അയിര് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിര് ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ് ആണ്. ഏതാണ്? ഹെമറ്റൈറ്റ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. PSC സ്ഥിരം ആവർത്തിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്. അപ്പോൾ ബോക്സൈറ്റ് ഏതിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഇതും PSC ഒരുപാട് തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ആയിട്ട് തന്നേക്കുന്ന കുപ്രൈറ്റ് ഏതെന്നാണെന്നറിയാവോ? കുപ്രൈറ്റ് കോപ്പറിൻ്റെ അയിരാണ്. ഏതാണ്? കോപ്പറിൻ്റെ അയിരാണ് കുപ്രൈറ്റ്. അതുപോലെ ഓപ്ഷൻ സി ആയിട്ട് തന്നേക്കുന്നത് കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഏതാണ്? കലാമിൻ സിങ്കിൻ്റെ അയിര്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഹെമറ്റൈറ്റ് അയണിൻ്റെതും അതുപോലെ ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെതും കുപ്രൈറ്റ് കോപ്പറിൻ്റെതും അതുപോലെ കലാമിൻ സിങ്കിൻ്റെതും. ക്ലിയർ ആയിട്ട് മാറിപ്പോവാതെ തന്നെ നോക്കി വെച്ചേക്ക്. അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിൻ്റെ
കെമിക്കൽ ഫോർമുല നല്ലതുപോലെ പഠിച്ചു വെച്ചോ. Al2O3 2H2O. എങ്ങനെയാണ്? Al2O3 2H2O. റീസെൻ്റ് ആയിട്ട് നടന്നൊരു എക്സാമിൽ PSC ചോദിച്ചായിരുന്നു അലൂമിനിയത്തിൻ്റെ അയരായിട്ടുള്ള ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല ഏതാണെന്ന്. അന്ന് PSC ഓപ്ഷനിൽ തന്നത് Al2O3 1H2O, Al2O3 2H2O, Al2O3 5H2O ഒക്കെ ഓപ്ഷനിൽ തന്നു. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം അലൂമിനിയത്തിൻ്റെ അയരായിട്ടുള്ള ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? Al2O3 2H2O. ബോക്സൈറ്റിനെ കൂടാതെ ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ അയിര് തന്നെയാണ്. ഏതാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും അലൂമിനിയത്തിൻ്റെ അയിര് തന്നെയാണ്. ഇതും മാറിപ്പോവാതെ തന്നെ നോക്കി വെച്ചോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പാരപ്പറ്റിൽ വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം മുകളിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം കുറയുകയും ഗതികോർജ്ജം കൂടുകയും ചെയ്യും. എങ്ങനെയാണ്? മുകളിൽ നിന്ന് ഒരു സാധനം താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം കുറയുകയും ഗതികോർജ്ജം കൂടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണ് സ്ഥിതികോർജ്ജം. എങ്ങനെയാണ്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഹൈറ്റിനെ ബേസ് ചെയ്ത് പറയുന്നതാണ് സ്ഥിതികോർജ്ജം. അതുപോലെ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്നതാണ് ഗതികോർജ്ജം. എങ്ങനെയാണ്? ചലനം കൊണ്ട് ലഭിക്കുന്നത് ഗതികോർജ്ജവും ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്നത് സ്ഥിതികോർജ്ജവും. ഇനി സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. മുകളിൽ നിന്ന് ഒരു സാധനം താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം എന്ത് പറ്റും? അതിൻ്റെ സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കുറയും. അതുപോലെ മുകളിൽ നിന്നൊരു സാധനം താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗതികോർജ്ജം കൂടുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണിതിൽ വിസർജനാവയവം അല്ലാത്തത്? ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹൃദയമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ഹൃദയമാണ് വിസർജനാവയവം അല്ലാത്തത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന വൃക്ക, ത്വക്ക്, അതുപോലെ ശ്വാസകോശം ഇതൊക്കെ വിസർജനാവയവങ്ങളാണ്. അപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കി വെച്ചേക്കാം. മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവമാണ് ഹൃദയം. എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവമാണ് ഹൃദയം. അതുപോലെ അർബുദം ബാധിക്കാത്ത ശരീരത്തിലെ ഏക ഭാഗമാണ് ഹൃദയം. ഏതാണ്? അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ബാധിക്കാത്ത ഏക ഭാഗമാണ് ഹാർട്ട്. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നോക്കി വെച്ചോ. അതുപോലെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? കാർഡിയോളജി. ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29. ഒരു കാര്യം കൂടി നോക്കി വെച്ചോ. നമ്മുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണമാണ് 4 എത്രയാണ്? നമ്മുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ എ എയ്ഡ്സ് ആണ് വൈറസ് മൂലം പകരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ എയ്ഡ്സ്. ലോക എയ്ഡ്സ് ദിനം എന്നാണെന്നറിയാവോ? ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1. PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അതുപോലെ ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1988 മുതലാണ്. എന്നാണ്? 1988 മുതലാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിച്ച് തുടങ്ങിയത്. ഇതിൻ്റെ കൂടെ തന്നെ നോക്കി വെച്ചോ. എയ്ഡ്സിൻ്റെ ചിഹ്നമാണ് ചുവന്ന റിബൺ. എങ്ങനെയാണ്? എയ്ഡ്സിൻ്റെ ചിഹ്നം ചുവന്ന റിബണും അതുപോലെ നീല റിബണുണ്ട്. നീല റിബണാണ് പ്രമേഹത്തിൻ്റെ ചിഹ്നം. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ചിഹ്നമാണ് നീല റിബൺ. അതുപോലെ എയ്ഡ്സിൻ്റെ ചിഹ്നമാണ് റെഡ് റിബൺ. എയ്ഡ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പരിശോധനകൾ നമുക്ക് നോക്കാം. എയ്ഡ്സുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് എലീസ ടെസ്റ്റ്, അതുപോലെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, സദേൺ ബ്ലോട്ട്, PCR, പിന്നെ നേവ, റാപ്പിഡ് ടെസ്റ്റ്. ഏതൊക്കെയാണ്? എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, അതുപോലെ സദേൺ ബ്ലോട്ട്, നേവ, PCR, റാപ്പിഡ് ടെസ്റ്റ്. ഇതിൽ തന്നെ എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ആദ്യം നടത്തുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. ഏതാണ്? എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാനായിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ടെസ്റ്റ് എലീസ ടെസ്റ്റും എയ്ഡ്സ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. എങ്ങനെയാണ്? എയ്ഡ്സ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്.
അടുത്ത ചോദ്യം നോക്കാം. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഏത്? ഈ രോഗാവസ്ഥയാണ് ഓപ്ഷൻ ഡി എംഫിസിമ. ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് എംഫിസിമ. ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചോ. ശ്വാസകോശത്തിലുണ്ടാവുന്ന മറ്റൊരസുഖമാണ് ബ്രോങ്കൈറ്റിസ്. അപ്പോൾ ബ്രോങ്കൈറ്റിസ് കൂടെ നമുക്ക് പഠിച്ചു വച്ചേക്കാം. പുകയിലയിലെ ടാറ്, അതുപോലെ കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ നമ്മുടെ വായു അറകളിൽ ശ്ലേഷ്മമായിട്ട് അടിഞ്ഞുകൂടി ശ്വാസകോശം വീങ്ങുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ്. എങ്ങനെയാണ്? പുകയിലയിലെ ടാറ്, അതുപോലെ കാർബൺ മോണോക്സൈഡൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ശ്വാസകോശം വീങ്ങുന്ന ഒരവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചോ. അടുത്ത ചോദ്യം നോക്കാം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ പദ്ധതി? ഓപ്ഷൻ ബി എൽസയാണ് ആൻസറായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി എൽസ. അപ്പോൾ എൽസ പദ്ധതിയുടെ ഫുൾ ഫോം നോക്കി വെച്ചോ. എൽസയുടെ ഫുൾ ഫോമാണ് ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ്. എങ്ങനെയാണ്? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ്. അപ്പോൾ ഇതിൽ തന്നേക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളൂടെ നമുക്ക് നോക്കി വെച്ചേക്കാം. ഹൃദ്യം പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. എത്രയാണ്? 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. ക്ലിയർ ആയിട്ട് ഇത് നോക്കി വെച്ചോ. ഇത് PSC ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നോക്കി വെച്ചോ സുഹൃതം പദ്ധതിയും കൂടി. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സുഹൃതം. അപ്പോൾ ക്യാൻസർ ചികിത്സ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് സുഹൃതം. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് എൽസ പദ്ധതിയും, അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സയാണ് ഹൃദ്യം. അതുപോലെ സുഹൃതം പദ്ധതിയാണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഏതാണ്? ക്യാൻസറിനുള്ള പദ്ധതിയാണ് സുഹൃതം. താലോലം പദ്ധതിയോട് നോക്കി വെച്ചേക്കാം. 18 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യ രോഗങ്ങൾ, അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിച്ചവർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് താലോലം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെല്ലാം പഠിച്ചു വച്ചേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് 2024 തീം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കി വെച്ചേക്ക്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദഹനഫലവുമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി അമിനോ ആസിഡ് ആണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഏതാണ്? അമിനോ ആസിഡ്. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകമാണ് അമിനോ ആസിഡ്. ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന 2 രോഗങ്ങൾ പഠിച്ചു വെച്ചോ. ക്വാഷിയോർക്കും മരാസ്മസും. ഏതൊക്കെയാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ? ക്വാഷിയോർക്കും മരാസ്മസും. ക്ലിയർ ആയിട്ട് തന്നെ നോക്കി വെച്ചോ. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റിക്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ ബി ഫംഗസ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഏതാണ്? ഫംഗസ്. അപ്പോൾ ഈ ഫംഗസ് രോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നത് എവിടെയാണ്? ഫംഗസ് രോഗങ്ങൾ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ സ്കിന്നിലാണ്. ഫംഗസ് രോഗങ്ങൾ പ്രധാനമായിട്ടും ബാധിക്കുന്നത് എവിടെയാണ്? സ്കിന്നിൽ. അപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.